ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈപ്പ് അണ്ടർ ബ്രയോഫൈറ്റ്സ്, ദാറ്റ് ഈസ് റിക്സിയ. 3 ടൈപ്പേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ 3 ടൈപ്പിൽ ഫസ്റ്റ് ടൈപ്പാണ് റിക്സിയ. ഇറ്റ് കംസ് അണ്ടർ ഡിവിഷൻ ബ്രയോഫൈറ്റ, ക്ലാസ് ഹെപ്പാറ്റിക്കോപ്സിഡ, ഓർഡർ മാർക്കാൻഷീൽസ് ആൻഡ് ഫാമിലി റിക്സിയേസി. ഓക്കെ, ഇപ്പോൾ റിക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രയോഫൈറ്റ് നോർമലി ദേ പ്രിഫർ മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസ്, മോയിസ്റ്റ് അബൻഡൻ്റ് ആയിട്ടുള്ള സീസൺ, അഥവാ യു ക്യാൻ സീ ദം വെൻ ദ കണ്ടീഷൻ ഇസ് റെയിനി കണ്ടീഷനിലാണ് മിക്കവാറും ഉണ്ടാവുക, അഥവാ ഇനഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിലേ ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മിങ് ടു റിക്സിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 200 species. Okay, and 33 are common Indian species. Among them, Riccia fluitans is a free floating aquatic ആയിട്ടുള്ള ഒന്നാണ്. Riccia reticulata എന്ന് പറയുന്നത് സീറോഫൈറ്റിക് നേച്ചർ കാണിക്കുന്ന സാധനങ്ങളാണ്. ഇന്ത്യൻ സ്പീഷ്യസുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് റിക്സിയ സിലിയേറ്റ, റിക്സിയ ജാൻജറ്റിക്ക എന്ന് പറയുന്നത്. ഇനി റിക്സിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റിക്സിയയുടെ താലസ് ആണ് ഞാനിവിടെ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ റിക്സിയ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുറ്റത്തൊക്കെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൗണ്ട് രീതിയിൽ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചെടി, ഇങ്ങനത്തെ ഒരു റോസറ്റ് ലൈക്ക് സ്ട്രക്ചറിലായിരിക്കും അറേഞ്ച് ചെയ്യുക. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് റോസറ്റ് ലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ബോഡി എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ പ്ലാൻ ബോഡിയെ നമ്മൾ ഗാമെറ്റോഫൈറ്റ് എന്നാണ് പറയാം. അപ്പോൾ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഗാമെറ്റോഫൈറ്റ് ഓഫ് റിക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് റിക്സിയ. ഓക്കെ, താലസിൻ്റെ സ്ട്രക്ചർ അവിടെയാണ് എഴുതേണ്ടത്. ഗാമെറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്ട്രക്ചറാണ്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ ഗാമെറ്റോഫൈറ്റിക് സ്ട്രക്ചർ ഓഫ് റിക്സിയ, വാട്ട് യു ക്യാൻ സീ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ഗാമെറ്റോഫൈറ്റ്, അഥവാ ഗാമേറ്റ് പിയറിംഗ് പ്ലാന്റ് പാർട്ടാണ് ഇവരുടെ താലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഡോഴ്സി വെൻട്രൽ, ഓർ യു ക്യാൻ സീ എ ഡോഴ്സൽ സർഫസ് or the upper surface and a lower surface, which is both is having their own peculiarities. Okay, they are prostrate, എന്താണ് ഇങ്ങനെ ഒരു പരന്ന് മണ്ണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുക. ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്, ഇങ്ങനത്തെ ഒരു ബ്രാഞ്ചിങ് കാണാൻ പറ്റും. ദർ താലസിന്, ഇതാണ് ഒരു താലസിന്റെ ഓരോ പാർട്ടുകളെ ഓരോ ലോബ് എന്നാ പറയാം. അപ്പൊ ഇതൊരു ലോബാണ്, ഇത് വേറൊരു ലോബ, ഇത് വേറൊരു ലോബ. താലസിന് ലോബുകളായിട്ടാണ് ഉള്ളത്. ആൻഡ് മിഡ്രിബ് റീജിയൻ ഈസ് ദർ. ഇവിടെ റെഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള താലസ് ലോബിന് നടുവിലൂടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്, അതിനെയാണ് മിഡ്രിബ് എന്ന് പറയുന്നത്. ഇത് അപ്പർ സർഫസ് കൂടെ നോക്കുന്ന സമയത്ത് താലസിന്റെ മിഡ്രിബ് പോകുന്ന വഴിയിൽ, അഥവാ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നടുവിൽ ഒരു ഗ്രൂ പോലെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് വിചാരിക്കാം. ഓക്കെ, 3 dimensional. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ പൊങ്ങിയിട്ടാണ് ഉണ്ടാവുക, പക്ഷെ നടുവിൽ കുറച്ച് ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് കാണപ്പെടുക. നല്ലോണം പൊങ്ങിയിട്ട് നല്ലതായിട്ട് അർത്ഥം, നടു കുറച്ച് കുഴിഞ്ഞിട്ടായിരിക്കും കാണപ്പെടുക. ഈ കുഴിഞ്ഞ റീജിയനെ പറയുന്ന പേരാണ്, അഥവാ മിഡ്രിബ് റീജിയൻ ഇസ് സംവാട്ട് ഗ്രൂഡ് ആൻഡ് ഇസ് നോൺ ആസ് ഡോഴ്സൽ ഗ്രൂ ഓർ ഫറോ എന്നും പറയും കേട്ടോ. FURROW, ഫറോ എന്നും പറയും. ആൻഡ് യു ക്യാൻ സീ a specialized structure, അഥവാ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് വരുന്ന ആ റീജിയനിൽ, ഈ റീജിയന് ഇങ്ങനെ വരുന്ന ഈ ബ്രാഞ്ചിങ്ങിന്റെ ഈ റീജിയനെ അപ്പിക്കൽ നോച്ച് എന്നാണ് പറയുക. എന്താണ് അപ്പിക്കൽ നോച്ചും അതിന്റെ പ്രത്യേകതകളും നമുക്ക് പിന്നെ പറയാം. ആൻഡ് ഇതൊക്കെയാണ് ഡോഴ്സൽ സൈഡിൽ കാണാൻ പറ്റുക. അഥവാ നമുക്ക് ഗാമെറ്റോഫൈറ്റിക് താലസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്, പ്രോസ്ട്രേറ്റ് ആണ്, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്, ആൻഡ് ഡോഴ്സി വെൻട്രൽ ആണ്, ഗ്രീൻ കളേർഡ് ആണ്. താലസ് ലോബ്സ് കാണാൻ പറ്റും. മിഡ്രിബിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു കുഴി പോലെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഗ്രൂ ഇസ് നോൺ ആസ് ഡോഴ്സൽ ഫറോ ഓർ ഡോഴ്സൽ ഗ്രൂ. ദെൻ അപ്പിക്കൽ നോച്ച് ഇസ് പ്രസന്റ്. കമ്മിങ് ടു ദ വെൻട്രൽ സൈഡ്, അപ്പോൾ നമ്മൾ അതിനെ നേരെ, ഇപ്പോൾ ഇത് മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ പരന്ന് ഒരു റൗണ്ട് ലൈക്ക് സ്ട്രക്ചറിൽ ഇങ്ങനെ താലസ് ലോബ് വെച്ചിട്ടാണ് ഇതുണ്ടാവുക. ഇതിന്റെ താഴ്ഭാഗം മണ്ണിൽ നിന്ന് ഇതിനെ ഇളക്കി ഡിസ്ലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ 2 types of structures there. They are rhizoids. Rhizoids are meant for their attachment, and scales are meant for their protection. അപ്പോൾ rhizoids എന്ന് പറയുന്നത് are of 2 types. They are smooth walled rhizoids and tuberculate rhizoids. What is smooth walled rhizoids?
rhizoid with smooth walls. Wall smooth ആയിരിക്കും. But in the case of tuberculate, you can see dentate or tubercles. ഒരു ഇത് എന്താണ്, ഒരു ഡെൻഡേറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. പെഗ് ലൈക്ക് ഇൻഗ്രോസ് ഉണ്ടാവും ആ സെല്ലിന്റെ ഉള്ളിലേക്ക്. അതിനെയാണ് ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ബോത്ത് ക്യാൻ ബി സീൻ ഇൻ ദിസ് ടൈപ്പ്. ഓക്കെ, സ്കെയിൽസ് ആർ, ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് ഞാനൊരു വെൻട്രൽ സർഫസ് വ്യൂ ആണ് വരച്ചിട്ടുള്ളത്. വെൻട്രൽ സർഫസിന് ഒരു നമ്മളെ മിഡ്രിബ് റീജിയൻ വരുന്നുണ്ടല്ലോ ഡോസൽ സർഫസിലെ, അതിന്റെ നേരെ താഴെ നിന്നാണ് എവിടുന്ന് വരിക, റൈസോയിഡ്സ് വരിക. വെൻട്രൽ സർഫസ് അഥവാ ഡോസൽ സർഫസിൽ മിഡ്രിബ് വരുന്ന പോർഷന്റെ നേരെ താഴെ നിന്നാണ് റൈസോയിഡ്സ് റൈസ് ചെയ്യുക. ആൻഡ് ലാറ്ററൽ സൈഡിൽ യു ക്യാൻ സീ ദിസ് സിസ്റ്റം. ഇതിനെയാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. സ്കെയിൽസ് കളേർഡ് ആണ്. വൈ ഇറ്റ് ഇസ് കളേർഡ്? ബിക്കോസ് ഇറ്റ് സ്റ്റോർസ് എ പിഗ്മെന്റ് വിച്ച് ഇസ് നോൺ ആസ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ പിഗ്മെന്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് സ്കെയിൽസ് ആർ കളേർഡ് ആണ്. ഇതാണ് നമ്മുടെ താലസ് അറേഞ്ച്മെന്റിനെ റോസറ്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയാം. ഇതാണ് എപ്പിക്കൽ നോച്ച്. ഇത് ഡോർസൽ വ്യൂ ആണ് കേട്ടോ, ഡോർസൽ വ്യൂ. ഇത് വി വെൻട്രൽ വ്യൂ ആണ്. ഡോർസൽ വ്യൂവിൽ നമുക്ക് ഒരിക്കലും റൈസോയിഡ്സിനെ കാണാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ വെൻട്രൽ ഇൻസൈഡ്. ഓക്കെ, അപ്പൊ ഇതാണ് എപ്പിക്കൽ നോച്ച് ഉണ്ട്, മിഡ്രിബ് ഉണ്ട്, ഡോർസൽ വ്യൂ ഉണ്ട്. താലസിന്റെ അറേഞ്ച്മെന്റിനെ ഒരു റോസറ്റ് ലൈക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദെയർ അനാട്ടമി. അപ്പൊ താലസിന്റെ അനാട്ടമി അഥവാ ഈ സാധനത്തിന്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഇറ്റ് ലുക്സ് ലൈക്ക് എ ബോട്ട് ഷേപ്പ്, ഒരു ബോട്ട് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. സ്കെയിൽസിനെ രണ്ട് സൈഡിലേക്കും കാണാൻ പറ്റും. സ്കെയിൽസിന്റെ ഫംഗ്ഷൻ എന്താ? സ്കെയിൽസ് യങ് ഗ്രോയിങ് പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ കേട്ടോ. You can see two broader regions. There are photosynthetic region which is represented in green and a storage region. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഹിക്കാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ഏറ്റവും ടോപ്പിലുണ്ട്. ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ഇത്. ഫോട്ടോസിന്തസിസ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റീജിയൻ ആണ് ഈ സ്റ്റോറേജ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇതാണ് റൈസോയിഡ്സ് എന്ന് പറയുന്ന സാധനം. റൈസോയിഡ്സിനെ ഞാൻ വരച്ചിരിക്കുന്നത് എവിടെയാണ്? ഇതാണ് ആ ഡോർസൽ ഗ്രൂ എന്ന് പറയുന്ന സാധനം അല്ലെ. ഒരു ഗ്രൂ പോലെയല്ല ഇവിടെ കാണുന്നത്. ഈ ഡോർസൽ അഥവാ ഇവിടെ ആയിരിക്കും ആ സാധനത്തിന്റെ മിഡ്രിബ് പോർഷൻ വരിക. ആ മിഡ്രിബ് പോർഷന്റെ നേരെ താഴെയായിട്ടാണ് ഞാൻ റൈസോയിഡ്സ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഡയഗ്രാമാറ്റിക് സ്കെച്ച് എന്ന് പറയുന്നത്. ഇനി ഒരു പോർഷൻ എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ സീ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഹാസ് ടു എപ്പിഡർമിസ്, രണ്ട് എപ്പിഡർമിസ് ഉണ്ട്. ഒരു അപ്പർ എപ്പിഡർമിസ് ഉണ്ട്, ലോവർ എപ്പിഡർമിസ് ഉണ്ട്. ലോവർ എപ്പിഡർമിസ് ഇസ് വെൽ ഡിഫൈൻഡ് ബിക്കോസ് യു ക്യാൻ സീ എ വെൽ ഡിഫൈൻഡ് സെല്ലുലാർ ഇന്റഗ്രിറ്റി ഹിയർ അല്ലെ. ബട്ട് അപ്പർ എപ്പിഡർമിസ് നോക്കിയേക്ക്, അപ്പർ എപ്പിഡർമിസ് കണ്ടിന്യൂസ് അല്ല, ഒരു ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അപ്പർ എപ്പിഡർമിസ് ആണ് ഉള്ളത്. അഥവാ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂണിസീരിയറ്റ് സെൽസ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ പോറും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്നാ പറയാം. ഇൽ ഡിഫൈൻഡ് അപ്പർ എപ്പിഡർമിസും വെൽ ഡിഫൈൻഡ് ലോവർ എപ്പിഡർമിസും. ഇനി ഫോട്ടോസിന്തറ്റിക് റീജിയൻസ് കാണാൻ പറ്റും. സെൽസ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ് ഇവിടെ അപ്പറിലുണ്ട്. പിന്നെ ഇതാണ് സ്റ്റോറേജ് റീജിയൻ, ഈ ബ്ലാക്കിലുള്ളത്. താഴെയുള്ളത് ലോവർ എപ്പിഡർമിസ്. ലോവർ എപ്പിഡർമിസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സും അതേപോലെ തന്നെ ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സും സ്മൂത്ത് വാട്ടർ റൈസോയിഡ്സും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നോക്കുക, യു ക്യാൻ സീ സം എയർ ചാമ്പേഴ്സ്. നോക്കിയേക്ക്, ഈ രണ്ട് റോ ഓഫ് സെൽസ് കൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് റീജിയൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സീ എ സ്പേസ് അല്ലെ. ഇതിന്റെ ഒക്കെ ഇടയിൽ ഓരോ സ്പേസ് ഉണ്ട്. ഈ സ്പേസ് ആർ മെയിൻ ഫോർ, ഈ സ്പേസിനെ പറയുന്ന പേരാണ് എയർ ചാനൽസ്. ദേ ആർ മെയിൻ ഫോർ ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തറ്റിക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അഥവാ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ട് അല്ലെ. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ത്രൂ ദിസ് റീജിയൻ, ഈ എയർ ചാനലിലൂടെയാണ്. ഓക്കെ, എയർ ചാനൽസ് ഓപ്പൺസ് ഔട്ട് ത്രൂ എയർ പോർ. ഈ ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന ഈ ഓപ്പണിങ്ങിനെയാണ് എയർ പോർ എന്ന് പറയുന്നത്. അപ്പൊ എയർ ചാനൽസ് ഉണ്ട്, എയർ പോർ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. ഇനി ഫോട്ടോസിന്തസിസ് ഇവര് നടത്തുന്നു. ഫുഡൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ലോവർ എപ്പിഡർമിസ് ഉണ്ട്, ലോവർ എപ്പിഡർമിസിലെ ട്യൂബർക്കുലേറ്റും റൈസോയിഡ്സും മറ്റേതുണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ സ്കെയിൽ അടയാളപ്പെടുത്താതിരുന്നത്? സ്കെയിൽസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പാർട്ടിന്റെ മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. പക്ഷെ വലുതാക്കി എടുക്കുകയാണെങ്കിൽ സ്കെയിൽസ് രണ്ട് സൈഡിലും വരേണ്ടതാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എപ്പിക്കൽ നോച്ചിന്റെ ഫംഗ്ഷൻ പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, താലസ്, ഹൗ താലസ് ഗ്രോസ്. Growth of the thallus is mediated by
a few meristematic cells situated or located at their apical notch. So apical notch is peculiar by the presence of meristematic cells. This meristematic cells divides and form with 3 cutting phases. This cells divides and form the thallus. അപ്പോൾ താലസിന്റെ ഗ്രോത്ത് ഇങ്ങനെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് reproduction. They may be vegetative or sexual. Vegetative and sexual. Vegetative reproduction by means of 5 methods in Riccia: death and decay of older fragments, adventitious branches, death and decay of the thallus during growth, tubers, rhizoids, etc. Rhizoids. Death and decay of the older fragments means ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡ്രോട്ട് കണ്ടീഷന്റെ സമയത്ത് അഥവാ ഫ്രാഗ്മെന്റ്സ് മൊത്തം എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. താലസ് മൊത്തം നശിച്ചു പോകുന്നു. ഈ താലസിനകത്ത് ബാക്കിയുള്ള പാർട്ടൊക്കെ നശിച്ചു കഴിഞ്ഞാലും ഇഫ് എപ്പിക്കൽ നോച്ച് റീജിയൻ ആ സംഭവം അലൈവ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയാലും ഡെസ്ട്രോയ് ചെയ്ത് പോയി കഴിഞ്ഞാലും ഇഫ് എപ്പിക്കൽ നോച്ച് ഇസ് ദെയർ then they can regenerate the whole thallus. Why? Because it has എന്തുണ്ട്, മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹോൾ താലസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെത്ത് ആൻഡ് ഡീകേ ഓഫ് ദ ഓൾഡർ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു, ലീവ്സ് എപ്പിക്കൽ നോച്ച്, സം മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗ്രീനറി സെൽസിനെ അവിടെ ലീവ് ചെയ്യുന്നു. They will regenerate the whole thallus. That is known as death and decay of the older fragments. Then adventitious branches. In Riccia fluitans, you can see adventitious branches are the units of vegetative reproduction. Then death and decay of the thallus during drought. During drought condition, some of the regions of the thallus, some regions of the thallus will become alive and all other parts will die, and this alive one will regenerate the whole thallus. Then tubers എന്ന് പറയുന്നത് Riccia bulbiferയിലാണ് കാണപ്പെടുന്നത്. And in the case of Riccia glauca അതിന്റെ കേസിൽ റൈസോയിഡ്സ് ആണ് their vegetative mode of reproduction എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിനകത്ത് ആന്ത്രിഡിയത്തിന്റെ സ്ട്രക്ചർ, ആർക്കിഗോണിയത്തിന്റെ സ്ട്രക്ചർ, ദെൻ സ്പോറോഫൈറ്റ്, നെക്സ്റ്റ് ജനറേഷൻ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദിസ് ഇസ് അബൌട്ട് ദി gametophyte ആൻഡ് ഇന്റേണൽ anatomy of gametophyte. നെക്സ്റ്റ് ഇസ് gametic fusion and then the alternation of generation, that is sporophytic generation. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ടൈപ്പ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സെക്സ്വൽ സെൽസ് ഒക്കെ ഉണ്ടല്ലോ, ഓർഗൻസ് സംഭവങ്ങളൊക്കെ, അതൊക്കെ ഒരേപോലെയാണ്. സ്ട്രക്ചറിൽ ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് നോക്കിയാൽ മതി.